ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കട്ടൻ ചായ 123 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2770 വരായി. ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. ലെറ്റ് us സ്റ്റാർട്ട്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഈ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം മുതലായവ. അതെല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എല്ലാം കാണുക, മൊത്തത്തിലൊന്ന് കാണുക. പിന്നെ ഇൻഡിവിജ്വലായിട്ടെല്ലാം വീണ്ടും ഞാൻ പറഞ്ഞുതരാം. അതായത് ഇഞ്ചി ഇതിൻ്റെ ഒരു ഘടകമാണ്. ഈ നല്ല സ്വാദ് കിട്ടാനായിട്ട് ഇത് ഏലക്കയും കറുവാപ്പട്ടയും അത് പൊടിച്ച ഭാഗം, ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഇടേണ്ടത്. ഇത് സ്വീറ്റ്നറാണ്, ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, മധുരം എന്നാണ് അതിന് പറയുന്നത് മലയാളം. അതിൻ്റെ 2 പെല്ലറ്റ് 2 ഗ്ലാസ് വെള്ളത്തിന് ഈക്വലൻ്റാണ്. 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യം. ഈ ചായയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് നല്ല ചായ അരിയാണ്. നമ്മൾ 2ാമത്തെ പാക്കറ്റാണ് അതിൻ്റെ. നമുക്കിത് അരിക്കാനുള്ള സാധനങ്ങൾ, വെള്ളം ഒഴിക്കാനുള്ള സാധനങ്ങൾ, വെള്ളം നമ്മൾ 2 ഗ്ലാസ് വെള്ളം വേണം 2 ചായ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അടുത്തത് ആ ചെരുവനാണ്. ഈ ചെരുവത്തിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്നു. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നു. 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള പരിപാടികൾ പിന്നെ പറയാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് സ്വാഭാവികമായിട്ടും അടുപ്പിലോട്ട് വെക്കണമല്ലോ. അപ്പം നമ്മുടെ ഹീറ്റർ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹീറ്ററിൻ്റെ ടൈമിംഗ് 60 മിനിറ്റാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നേരം അത് വർക്ക് ചെയ്യും. അപ്പം നമുക്ക് വേണ്ട 2 മിനിറ്റാണ്. ഇപ്പം മുതൽ 2 മിനിറ്റ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇടുന്നത് ഇഞ്ചിയാണ്. പിന്നെ അടുത്തത് നമ്മൾ കറുവാപ്പട്ട, ഏലക്ക, ഇത്. അപ്പോൾ ഇതൊക്കെ ഇടിച്ച് പൊടിക്കാനായിട്ട് കല്ലുകൊണ്ട് ഉരട് പോലെ സാധനം നോക്കി വെച്ചിട്ടുണ്ട്, മേടിക്കണം. പക്ഷേ ഞാൻ നാളെ കടയിൽ പോയപ്പോൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് എടുത്തുകൊണ്ട് പോരാൻ വിലഞ്ഞ് നേരം ഞാൻ കൊണ്ടുവരും. അപ്പം നമുക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ ഞാൻ നടത്തുമ്പം എന്തിനാണ് നടത്തുന്നത് എന്താണെന്നൊക്കെ ഒന്ന് ഞാൻ പറയാം. 2 മിനിറ്റ് സമയം ഉണ്ടാകുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ സ്ഥിരം ഇതിനകത്ത് ഡെയിലി ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ ഡെയിലി കാണുന്ന പല ആൾക്കാരാണെങ്കിലും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിരസത വരില്ല. പിന്നെ നമുക്ക് പ്രാക്ടീസാണ്, എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള പ്രാക്ടീസ്. പിന്നെ ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ്. നമുക്ക് മോട്ടിവേഷൻ, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ. പിന്നെ ഒരു പാഷനാണിത്. അതായത് ഇതിങ്ങനെ വീഡിയോ ഇടുക, എടുക്കുക, ഇതൊക്കെ ഒരു പാഷൻ പോലെയാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ഒരു പ്രയറാണിത്. നമ്മളിതിനകത്ത് ബൈബിളിൻ്റെ പുസ്തകം വായിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട്, നമുക്ക് സൗഖ്യം, അതായത് ദൈവാനുഗ്രഹം എല്ലാം കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ഈ വായിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടെന്നുള്ള, അതായത് ഈ പ്രോഗ്രാം കൊണ്ടുള്ള എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ ദിവസവും കൂടുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ പോലും, ഇപ്പോൾ 1500 വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ ഒരെണ്ണത്തിൽ പോലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുമെന്ന്, എന്നെ ലൈക്ക് ചെയ്യാവുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഒരു പോളിസിയാണ്. എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും. അല്ല, ഞാൻ എത്ര കിടന്ന് കൂവിയാലും ആൾക്കാർ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേയില ഇട്ടു. അപ്പോൾ ഈ തേയിലയുടെ ഒരു പ്രത്യേകതയാണ്, തിളച്ച വെള്ളത്തിലേക്ക് ഇടാവുള്ളൂ. ഇതിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു ടൈമിങ് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. ലൈറ്റ്, മീഡിയം, ഡാർക്ക് കളറിനെയാണ് അതിൻ്റെ ആ തീവ്രത, അതായത് എത്ര തീവ്രതയിലാണ് ഈ ചായ ഇരിക്കുന്നത് എന്നുള്ളതിന്. അപ്പോൾ നമ്മൾ അതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം 2 പെല്ലറ്റ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇട്ടു. അതിൻ്റെ നമ്മുടെ അരിക്കുന്നതിന് വേണ്ടിയിട്ട് അരിക്കുന്ന അരിപ്പ പാത്രത്തിലേക്ക് ആ ചായ അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു മീഡിയം കളറ്. അത് നമ്മൾ കപ്പിലേക്ക് ഒഴിച്ചു. അടുത്ത കപ്പ്, ഈ കപ്പല്ല, മറ്റേ കപ്പ്, നമ്മുടെ ഈ കുഞ്ഞു കപ്പ്. ഈ കപ്പ് മേടിച്ചതിൻ്റെ പുറകിൽ ഭയങ്കര ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണിത്. അതായത് നമ്മൾ ആ ഗ്ലാസ്സിനകത്ത് എടുത്ത് ഒരു 100 എപ്പിസോഡായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നിയത് ഇച്ചിരി പുതുമയൊക്കെ വേണമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചായ റെഡിയായി. ഞാനത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചു.
ബൈബിൾ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്നു. ആദരവോടുകൂടി നമുക്ക് ഈ ബൈബിളിൽ നമുക്ക് വായിക്കേണ്ട വചനം തരുന്നത് ഫാദർ മാത്യു വൈലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കുണ്ടാകും. അതനുസരിച്ച് ഇന്നത്തെ വചനം 2 ദിനവൃത്താന്തം 26:5. അത് ബൈബിളിൽ ഞാൻ ആ ഭാഗം എടുത്തു വച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് നോക്കി ഇപ്പം വായിക്കാം. 2 ദിനവൃത്താന്തം അധ്യായം 26, 5-ാമത്തെ വാക്യം. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.